ആൻഡ് വെൽക്കം. ഞാനിന്ന് ചെറിയൊരു യാത്രയിലാണ്. ആക്ച്വലി നമ്മൾ ട്രിപ്പൊന്നും പോവുകയല്ല. ഞാൻ എൻ്റെ ഹെയർ കട്ട് ചെയ്യാനൊന്ന് പ്ലാൻ ചെയ്തു. സത്യം പറഞ്ഞാൽ 3 മാസം കൊണ്ട് നടന്ന പ്ലാനാണ് ഞാനിന്ന് പൂർത്തിയാക്കാൻ വേണ്ടി പോകുന്നത്. ഹെയർ കട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. പൊറോട്ട ബീഫ് കോംബോയാണ് ഞാൻ ഓർഡർ ചെയ്തത്. കാരണം കുറേ നാളായി ഞാൻ ഈ കോംബോ ഒന്ന് കഴിച്ചിട്ട്. പക്ഷേ ഈ ഷോപ്പിൽ ഈ പൊറോട്ട ബീഫ് കോംബോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നല്ല അടിപൊളി ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ശേഷം നമ്മൾ ചായയൊക്കെ കുടിച്ചു. അങ്ങനെ ഞാൻ എന്നുകൊണ്ട് ബ്യൂട്ടി പാർലറിലോട്ട് കയറാൻ പോവുകയാണ്. സ്പാർഷ് എന്ന് പറഞ്ഞൊരു ബ്യൂട്ടി പാർലറാണ്. നായത്തോടാണ് ഈ ബ്യൂട്ടി പാർലർ ഉള്ളത്. കാണാൻ ചെറിയൊരു ഷോപ്പാണെങ്കിലും നല്ല ആംബിയൻസ് ആയിരുന്നു. എനിക്കിഷ്ടമായി. അപ്പോൾ എൻ്റെ മുടിയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. അപ്പം ഞാൻ ആദ്യമായിട്ട് മുടി ഹെയർ വാഷാണ് ചെയ്യുന്നത്. നമ്മൾ എഗ് ഷാമ്പു വെച്ചാണ് ചേച്ചി വാഷ് ചെയ്യുന്നത്. എഗ് ഷാമ്പു ആകുമ്പോൾ നമ്മുടെ മുടിക്ക് നല്ലോണം പ്രോട്ടീനൊക്കെ തരും. അങ്ങനെ മുടിക്ക് ഏറ്റവും നല്ല സൂട്ടബിളായിട്ടുള്ള ഷാമ്പു ആണ് എഗ് ഷാമ്പു. അങ്ങനെ ഷാമ്പു വാഷ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളൊന്നുകൊണ്ട് മുടി ടവൽ വെച്ച് കെട്ടി വെച്ചു. ശേഷം ചെറുതായിട്ടൊന്ന് മുടി തോത്തി കൊടുക്കുകയൊക്കെ ചെയ്തു. ഇനിയാണ് നമ്മുടെ കട്ടിങ്ങും പരിപാടിയൊക്കെ ആരംഭിക്കുന്നത്. എനിക്കിപ്പോൾ ചെറിയൊരു സങ്കടം തോന്നാൻ തുടങ്ങി, മുടി കട്ട് ചെയ്യണോ വേണ്ട എന്ന്. പക്ഷെ കട്ട് ചെയ്യണമെന്ന് തന്നെ തീരുമാനിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുടി ഒരു പരിധി കൂടുതൽ കിളിച്ച് കഴിയുമ്പോൾ കോല് പോലാണ് കിടക്കുന്നത്. എനിക്കത് കാണുമ്പോൾ തന്നെ ഇറിറ്റേഷനാണ്. അങ്ങനെ ഞാൻ ഹെയർ കട്ടിങ് ഒക്കെ കഴിഞ്ഞു. ഇത്രയും എൻ്റെ മുടി താഴെ വീണ് കിടന്നപ്പോൾ എനിക്കൊരു സങ്കടം. പക്ഷെ കുഴപ്പമില്ല. അങ്ങനെ മുടി ഹെയർ കട്ടിങ് ഒക്കെ കഴിഞ്ഞു. ഡ്രയർ വെച്ച് നമ്മളൊന്ന് ഉണക്കി സെറ്റാക്കി കൊടുക്കുകയാണ്. സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എൻ്റെ മുടിയുടെ ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ 3ാമത്തെ വട്ടമാണ് എൻ്റെ ഹെയർ ലെയർ കട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതുവരെ വെട്ടിയത് വെച്ച് എനിക്കിത് അടിപൊളിയായിട്ട് തോന്നി. കാരണം ഞാൻ എത്ര അളവാണോ ഹെയർ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്, അതേ അളവിലും നമ്മൾ മനസ്സിലൊരു കാര്യം വിചാരിക്കുമല്ലോ, അതുപോലെ ഒരു ഫൈനൽ ലുക്കും എനിക്ക് കിട്ടി. ഇനി നമ്മൾ ഏതൊരു ബ്യൂട്ടി പാർലറിലും ഫസ്റ്റ് ടൈം ചെന്ന് കയറുവാണെങ്കിൽ നമ്മുടെ മനസ്സിലൊരു ടെൻഷൻ കാണും. എങ്ങനെയായിരിക്കും, ചീത്തയാവുമോ എന്നൊക്കെ. എല്ലാ ഗേൾസിനും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി വൈസ് ആണെങ്കിൽ നല്ല രീതിയിൽ ചേച്ചി എനിക്ക് ചെയ്തു തന്നു. അപ്പോൾ എൻ്റെ ഹെയർ കട്ടിങ്ങും കാര്യങ്ങളും എങ്ങനെയുണ്ടെന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബായ്.